നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്ത് കൊണ്ടുവന്നു. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് വന്നൊരു പഠന റിപ്പോർട്ടാണ്. അതിൽ തൊടുന്നതെല്ലാം വിവാദമാണ്. ഇപ്പോഴിതാ UGC, AICTE തുടങ്ങിയ നീറ്റ് പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്, NTA ആണ് ഏജൻസിയുടെയും UGCയുടെയും AICTEയുടെയും എല്ലാ സംവിധാനങ്ങളെയും ഉടച്ചു വാർക്കുന്ന പുതിയ ബില്ല് ഈ പാർലമെൻറ്റിൽ വരികയാണ്. ശരിക്കും പറഞ്ഞാൽ BJP ഗവൺമെൻറ്റിനോടുള്ള ഏറ്റവും വലിയ എൻ്റെ എതിർപ്പ് എന്തെന്ന് ചോദിച്ചാൽ, ഇവർ കേന്ദ്രീകരണത്തിൻ്റെ ചാമ്പ്യന്മാരാണ്, ഉസ്താദുമാരാണ്. സകല അധികാരവും ഒരിടത്തേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ പലപ്പോഴും ചെയ്യുന്നത്. അതൊരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ നല്ലതല്ല. ഇവർ ഫെഡറലിസത്തിൽ വിശ്വസിക്കുന്നില്ല. സ്റ്റേറ്റ് സെൻട്രൽ ബന്ധങ്ങളിൽ ഇവർ വിശ്വസിക്കുന്നില്ല. അത് വലിയ വിമർശനമാണ് എൻ്റെ. ഇവർ അതിൽ വിശ്വസിക്കുന്നില്ല. സകല കാര്യങ്ങളും, പഞ്ചായത്തിലെ ഗ്രാമസഭയുടെ കാര്യങ്ങൾ വരെ, അംഗനവാടിക്ക് ശമ്പളം കൊടുക്കുന്നവരെ, ആശാ വർക്കേഴ്സിന് ശമ്പളം കൂട്ടുന്നത് വരെയുള്ള സകല കാര്യങ്ങളിലും ഒരു പിടി നമുക്കിരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു വളരെ കേന്ദ്രീകൃതമായ ഒരു ഭരണ സംവിധാനമാണ്. നമ്മളൊരു ഫെഡറൽ സംവിധാനമല്ലേ. ഫെഡറലിസത്തിൻ്റെ തിയറി തന്നെ എന്താണ്? അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ കേരളത്തിൽ കുറേ മെച്ചമാണ്. 50% സ്ത്രീകൾക്ക് ഇവിടെ പിന്നെ എന്തുണ്ട്, റിസർവേഷനുണ്ട്. കുറേ 38% പൈസ, 33% പൈസ താഴോട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു. ദാറ്റ്സ് ഓക്കെ, അതെല്ലാം സമ്മതിച്ചു. പക്ഷേ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ്? സകല കാര്യങ്ങളിലും, കുടിവെള്ളം കൊടുക്കുന്നതിൽ, കക്കൂസ് കൊടുക്കുന്നതിൽ, വീട് വെച്ച് കൊടുക്കുന്നതിൽ, എല്ലാറ്റിലും ഒരു കേന്ദ്രീകൃത പദ്ധതി. ഈ സംസ്ഥാനങ്ങൾക്ക് നിങ്ങൾ പണം കൊടുക്കൂ. സംസ്ഥാനങ്ങളിൽ നിന്നല്ലേ പണം പിരിക്കുന്നത്, ടാക്സ് പിരിക്കുന്നത് സാധാരണ ജനങ്ങളിൽ നിന്നല്ലേ. കേരളത്തിനൊക്കെ വലിയ വിമർശനമുണ്ട്. നമ്മൾ കൊടുക്കുന്ന ടാക്സിനനുസരിച്ചുള്ള തിരിച്ച് റിട്ടേൺസ് തരുന്നില്ല. കാരണം നമ്മൾ വികസിച്ച് പോയി, സമ്പൂർണ്ണ സാക്ഷരരായിപ്പോയി. അതുകൊണ്ട് സാക്ഷരതയ്ക്ക് പൈസ കിട്ടില്ല. ആരോഗ്യരംഗത്ത് ഒരുപാട് മുമ്പോട്ട് പോയി, അതിൻ്റെ ആരോഗ്യരംഗത്ത് പൈസ കിട്ടില്ല. പോഷണ കാര്യങ്ങളിൽ മുന്നോട്ട് പോയി, പോഷണ കാര്യത്തിന് പൈസ കിട്ടില്ല. ഇനിയിപ്പോൾ NH ഒക്കെ വന്ന് എല്ലാ റോഡ് സംവിധാനമായ അതിന് പൈസ കിട്ടില്ല. നമ്മൾ മുന്നോട്ടായതുകൊണ്ട് നമുക്ക് പൈസ കിട്ടില്ല. എന്തൊക്കെ നിയമങ്ങളാണ്! ഈ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ എന്തൊക്കെ പരിഷ്കാരങ്ങളാണ്! ഹിസ്റ്ററി ഏത് പഠിപ്പിക്കണം? ശരിക്ക് പറഞ്ഞാൽ ഹിസ്റ്ററിയൊക്കെ കുട്ടികളെ കുറച്ച് പഠിപ്പിച്ചാൽ മതി. ശാസ്ത്രവും സാങ്കേതികവിദ്യയും പൗരബോധവും സാമൂഹ്യബോധവും ദേശബോധവും പരിസ്ഥിതി ബോധവും സോഫ്റ്റ് സ്കില്ലും ഒക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ലേണിംഗ് സ്കിൽസ് പഠിപ്പിക്കണം, സോഫ്റ്റ് സ്കില്ല് പഠിപ്പിക്കണം. ഇതൊക്കെ കുട്ടികളെ വളരെ സീരിയസ് ആയിട്ട് പഠിപ്പിക്കണം. ഹെൽത്ത് ഇഷ്യൂസ് പഠിപ്പിക്കണം, സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടുവരണം. ഇത് ബാബർ വന്ന് ആരെ കൊന്നു, ഖിൽജി കൊന്നു, മലബാർ കലാപം എന്തായിരുന്നു, മാറാട് എന്ത് സംഭവിച്ചു, ഇതൊക്കെ മുതിർന്നിട്ട് കുട്ടികൾ വായിച്ച് മനസ്സിലാക്കി കൂട്ടുന്നേ. റീഡിങ്, വായിക്കാൻ പഠിക്കണം. കുട്ടികളെ നന്നായി വായിക്കാൻ പഠിപ്പിക്കണം. അവർ വായിച്ചെടുത്തോളും. അല്ലാതെ സ്കൂൾ ക്ലാസ്സിൻ്റെ കരിക്കുലത്തിൽ കൈവച്ച്, സിലബസിൽ കൈവച്ച്, സകലത്തിനെയും കേന്ദ്രീകരിപ്പിച്ച് കൊണ്ടുപോകുന്നത്, സോറി ടു സേ, മറ്റൊന്നും പറയാനില്ല, എല്ലാ കാര്യങ്ങളെയും കേന്ദ്രീകരിക്കുകയാണ്. അതൊരു ഫെഡറൽ സിസ്റ്റത്തിൽ പറ്റത്തില്ല. ഇന്ത്യ ലിവ്സ് ഇൻ വില്ലേജസ്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളാണ്. ഗ്രാമത്തിൻ്റെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നിരവധി പദ്ധതികൾ ഇന്ത്യ രാജ്യത്ത് വന്നത്. അതൊന്നും സമ്പൂർണ്ണ കേന്ദ്രീകരണ പദ്ധതികളായിരുന്നില്ല. കേന്ദ്രീകരണ പദ്ധതികളാണ്, ഡീസെൻട്രലൈസ്ഡ് പദ്ധതികളാണ്. എന്താണ് ശരിക്ക് മോദി ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ചെയ്യുന്നത്? സകല കാര്യത്തിലും ഒരു ശകലം ജാതി, ശകലം മതം. ഈ സനാതനം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. സനാതനധർമ്മം ഇതാണോ? സാർവലൗകിക ഭാവം ഇതാണോ? അല്ലേ അല്ല. അതുകൊണ്ട് തന്നെ ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ വരുന്ന വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാഭ്യാസ പോഷൻ അധിഷ്ഠാൻ ബില്ലെന്നൊക്കെ പറയുന്ന ബില്ലിനെതിരെ വലിയ വിമർശനമാണ് വരുന്നത്. പേരുകൾ കേട്ടാൽ തന്നെ ഒരുമാതിരി ഈ VBG റാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പേരിട്ടിരിക്കുന്നുണ്ടല്ലേ, റാംജി റാവ് സ്പീക്കിംഗ് പോലെ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എത്ര മനോഹരമായ പേരാണ്.
അത് വേണമെങ്കിൽ വാജ്പേയി എന്ന് പറഞ്ഞ് മാറ്റിയാലും നമുക്ക് സഹിക്കാം, അല്ലെങ്കിൽ അദ്വാനി എന്ന് പറഞ്ഞ് മാറ്റിയാലും. പക്ഷേ വല്ലാത്ത പേരാണ് ഇടുന്നത്, എല്ലാ ഹിന്ദി പേരുകളും. ഇതൊക്കെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വളരെ ഒരു ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത്, ഒരു ബഹുസ്വരമായ രാജ്യത്ത്, ഇത്രയും നാനാത്വമുള്ള രാജ്യത്ത്, ഇത്രയും ഫെഡറലിസം കൊടുക്കേണ്ട രാജ്യത്ത്, ഡെമോക്രാറ്റിക് ഫെഡറലിസം കൊടുക്കേണ്ട രാജ്യത്ത് എല്ലാം കൈക്കലാക്കുന്ന ഏകാധിപതി രാജാക്കന്മാരെ പോലെയുള്ള തീരുമാനങ്ങൾ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഈ ഫെഡറൽ വ്യവസ്ഥയിൽ കൂടുതൽ പൗര സ്വാതന്ത്ര്യവും കൂടുതൽ ജനാധിപത്യ സ്വാതന്ത്ര്യവും കൂടുതൽ ഫെഡറൽ സ്വാതന്ത്ര്യവും കൊടുക്കുന്നിടത്താണ് ജനാധിപത്യം സാർത്ഥകമാകുന്നത്, മനോഹരമാകുന്നത്. അങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.